കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജൂലൈ മാസം 31 10 മണിക്ക് ദൈവസന്നിധിയിൽ നിന്നാണ് ഈ മെസ്സേജ് ചെയ്യുന്നത്. സ്വതന്ത്രം. എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവൃത്തി പുസ്തകത്തിൻ്റെ പഠനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 28-ാം അധ്യായത്തിലേക്ക് വന്നു. അതിൻ്റെ അവസാന അധ്യായം നമുക്കൊരു നമുക്കൊരു കപ്പൽ യാത്രയും പൗലൂസിൻ്റെ ദർശനവും ഒരു വലിയ വിഷയമാണ്. ദർശനമുള്ള പൗലൂസ് ആ കപ്പലിലുള്ളത് കൊണ്ട് 276 പേരിൽ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എല്ലാം ചത്തുമലന്നേനെ. നമ്മളൊരു ദേശത്ത് ഒരു കുടുംബത്ത് ഉള്ളത് മറ്റുള്ളവർക്ക് ആത്മരക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് നമ്മൾ അതിൽ നിന്നൊരു ദൂതെടുത്തോണം. നമ്മൾ മുഖാന്തരം ചിലരെങ്കിലും കർത്താവിൻ്റെ ദിവ്യമായ രക്ഷ അനുഭവിപ്പാനിടയായി തീരണം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മളുടെ പ്രബോധനങ്ങളും നമ്മുടെ ജീവിതവും മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ പര്യാപ്തമായി തീരണം. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഉപ്പ് പോലെ രുചിക്കണം, വെളിച്ചം പോലെ പ്രകാശിക്കണം. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ കണ്ടുകൊണ്ട് ഇതര ക്രൈസ്തവ സമൂഹങ്ങളും ജാതികളായിട്ടുള്ളവരും ഓടി ഒളിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്ന പലരും. എല്ലാവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുമ്പോൾ, എല്ലാവരെ കുറിച്ചല്ലെന്ന് നന്നായിട്ട് എല്ലാവരും ഗ്രഹിച്ചോണം. ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളൂ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നത്, നിത്യതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടി പ്രാപിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി മുഴുവൻ നല്ലൊരു ശതമാനം ക്രൈസ്തവ വിശ്വാസികൾ ദൈവവചന വിരുദ്ധമായി പോയിക്കൊണ്ടിരിക്കുക. ക്രൂശിൻ്റെ ശത്രുക്കളാണവർ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയാണ്. വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയാണ്. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 31 വരെയുള്ള വാക്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ആ കൂട്ടത്തിലുള്ളവരാണോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ദൈവവചനം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ വേറൊരു പാസ്റ്റർ ഒരു ചോദ്യം ഉന്നയിച്ചു. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട ആ ദേശവും സമയവും കാലങ്ങളും കണക്കുകളും ഒക്കെ ഒരു പാസ്റ്റർ ചോദിച്ചു. ഞാനതിനെ വിമർശിക്കുകയല്ല, സംശയ നിവാരണം വരുത്തേണ്ടതൊക്കെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളുമാണ് ഞാൻ. പക്ഷേ ഒരു ദൈവവചനമെടുത്ത് ശക്തിയോടെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് എബ്രായലേഖനം 6-ാം അധ്യായത്തിൻ്റെ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം. ഭയങ്കര ഒരു സബ്ജക്റ്റാണ്. ഞാനത് നോട്ട് ചെയ്യാനിടയായി തീർന്നു. അത് പറയാനായിട്ട് സമ്മതിച്ചില്ലെന്ന് എനിക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അതൊന്നുമില്ല. എബ്രായലേഖനം 6-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യമാണ്. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി. ഈ വക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ആത്മീയവർദ്ധനവിന് വേണ്ടുന്ന കാര്യങ്ങൾ പറയണമെന്ന് പൗലൂസ് അവിടെ പറഞ്ഞ് പഠിപ്പിച്ച വിഷയം ആ ദൈവദാസൻ വളരെ മനോഹരമായി സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് സംശയം വന്നു. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട തീയതിയോ സ്ഥലമോ എനിക്കറിയത്തില്ല. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല. എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു വാക്യം ഞാൻ വായിക്കാം. പ്രവൃത്തി 20-20 പൗലൂസ് പറയുന്നു, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നല്ലോ. പ്രയോജനമുള്ളത്. കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ നിന്ന് പോകണം. നമുക്ക് അതിനു മുമ്പ് മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേറ്റ് വരണം. ഹല്ലേലൂയ. മരിച്ചു പോയാൽ ഉയർത്തെഴുന്നേൽപ്പും ജീവനോടിരുന്ന രൂപാന്തരവും. ഈ 2 കാര്യം കിട്ടാൻ വേണ്ടുന്ന പ്രസംഗങ്ങൾക്കാണ് ഇനിയുള്ള കാലങ്ങൾക്ക് പ്രസക്തി. ഞാൻ ആരെ എതിർക്കുകയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതെന്ന് ആരും ചിന്തിക്കല്ലേ. ഞാൻ ഉള്ളതുപോലെ അങ്ങ് പറയുക.
ഏത് തീയതിയിലാണത് പുറപ്പെട്ടു വന്നത്, അവരെവിടെ നിന്നാണ് പുറപ്പെട്ടത്, എന്താണ് എങ്ങനെയാണ് പുറപ്പെട്ടത്, ഇതറിഞ്ഞിട്ട് നമുക്ക് എന്തു ഗുണമെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ചോദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു. മിസ്രൈമിൽ നിന്ന് മിരിയാമിൻ്റെ നേതൃത്വത്തിൽ മ്യൂസിക് നൈറ്റോടുകൂടി പുറപ്പെട്ട, സംഗീത നിശയോട് പുറപ്പെട്ട ആ ഇസ്രായേൽ മക്കൾ 25 ലക്ഷം 30 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ പറയുന്നുണ്ട്. പാസ്റ്ററെ, ഇതിൽ എത്ര പേരാണ് വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ബഹുമാനപ്പെട്ട പാസ്റ്ററെ, എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? അവരാക്ഷരിക മിസ്രൈമിൽ നിന്ന് ആത്മീക കനാനിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ഈ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് ആത്മീക കനാനാകുന്ന സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ യാത്രയും ഈ യാത്രയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് തട്ടിപ്പോകാതിരിക്കാനുള്ള ആലോചന വചനത്തിലൂടെ ബഹുമാനപ്പെട്ട പാസ്റ്ററെ ഒന്ന് പറഞ്ഞു തരണമെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഓക്കെ, എനിക്കത് അംഗീകരിക്കാൻ പറ്റും. ഞാനും വയസ്സനായ മനുഷ്യനാണ്. 67 വയസ്സായി. നവംബർ ആകുമ്പോൾ 68 വയസ്സാവും എനിക്ക്. അല്ല, 67ലേക്ക് പ്രവേശിക്കും. ഞാൻ 50 വർഷമായി വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വിലയേറിയ ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്നത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും ഇന്നും പഠിക്കുന്നതല്ല. വ്യക്തമായി കൃത്യമായി സത്യവചനം പത്യവചനം ആര് പഠിപ്പിച്ചാലും അവർക്ക് ശിക്ഷപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിൽ നിന്ന് ശിഷ്യത്വമേറ്റ് പഠിച്ച ആളാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ദൈവത്തെ ഓർത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് നല്ലതായിരിക്കുമെന്നൊരു എളിയ അഭ്യർത്ഥന ഒരു എളിയ കർത്താവിൻ്റെ ദാസൻ വയ്ക്കുകയാണ്. നിങ്ങളത് വേറെ നിലയിലൊന്നും ചിന്തിക്കാതെ നല്ല ശുദ്ധിയോടെ അതെടുക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഞാൻ വചനത്തിലേക്ക് ഞാൻ വരികയാണ്. എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. പൗലൂസിൻ്റെ ശുശ്രൂഷയുടെ ബുക്ക് ഓഫ് ആക്ട്സ് എന്നുള്ളത് ദൈവസഭയുടെ ചരിത്ര പുസ്തകമാണ്, നമുക്കറിയാം. ആ ചരിത്ര പുസ്തകത്തിൽ പൗലൂസിൻ്റെ ശുശ്രൂഷയുടെ ആ ബുക്ക് ഓഫ് ആക്ട്സിലെ അവസാന ഭാഗത്തുള്ള ഒരു ചിന്തയാണ് എന്നെ ചിന്തിപ്പിച്ചു. എന്നെ വല്ലാതെ അങ്ങ് ചിന്തിപ്പിച്ചു, ഹഠാതെ അങ്ങ് ചിന്തിപ്പിച്ചു. എനിക്ക് വളരെ സന്തോഷം നൽകി. അതൊരു മെസ്സേജായിട്ട് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നു, ദൈവാത്മാവ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മത്തായി 28-23 ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞും മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഇനി അതിൻ്റെ അതേ അധ്യായം പ്രവൃത്തി 28-ന്റെ 29-ഉം 30-ഉം കൂടി വായിക്കുന്നു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്ത് തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉപദേശിച്ചും പോന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മിഷണറി, ഒന്നാമത്തെ മിഷണറി എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കരുത്തനായ മിഷണറി, ഏറ്റവും ശക്തനായ മിഷണറി, പുതിയ നിയമസഭയ്ക്ക് ഉപദേശങ്ങളുടെ ഒരു വലിയ സമാഹാരം നൽകിത്തരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മിഷണറി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രധാന ഭാഗം ദൈവരാജ്യം പ്രസംഗിക്കുക, സ്വർഗരാജ്യം പ്രസംഗിക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിക്കുക. ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശിച്ചും പോന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശം പ്രസംഗിച്ചു പോന്നു. ഇന്നത്തെ ബഹുമാനപ്പെട്ട പോളുമാർക്ക് അല്ലെങ്കിൽ പാസ്റ്റർമാർക്ക് എന്ത് പറ്റി എന്ന് ഈ വചനത്തിന് മുമ്പിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇപ്പൊ അവര് പൗലോസിന്റെ അടുക്ക കൂടി വന്നവരാരാ? യഹൂദന്മാരാ, നല്ലൊരു ശതമാനം. അതുകൊണ്ടാണ് അവരോട് എന്ത് ചെയ്തത്? മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുത്തുമാര് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു.
പിന്നിപ്പം നമുക്ക് എന്ത് പറ്റി? നമ്മുടെ സ്കോളേഴ്സിന് എന്ത് പറ്റി? നമ്മുടെ ഡോക്ടർമാർക്കും നമ്മുടെ റവറൻറ്റുമാർക്കും നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാർക്കും നമ്മുടെ പ്രസിഡന്റുമാർക്കും അവർക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട, അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ട. ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും എല്ലാവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാവരെ കുറിച്ചും അല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ചെറിയ ശേഷിപ്പ് നന്നായി പ്രസംഗിക്കുന്നുണ്ട്, ഓക്കെ, അത് അനുഗ്രഹമാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം 99% എന്ന് പറഞ്ഞാലും അതിൽ അതിശോക്തിയില്ല. ഈ ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രസംഗിക്കുക, ഈ ലോകത്തിൽ വചനം പ്രസംഗിച്ച് 10 ചക്രം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുക. അതിലേത് കോമാളിത്തരം കാണിക്കാനും നമ്മുടെ ആത്മീയ കുളത്തിലെ ചില പ്രിയപ്പെട്ടവർ തുനിയുന്നു എന്നോർക്കുമ്പോൾ തല കുനിക്കേണ്ടി വരുന്നു. വലിയ ദുഃഖത്തോടെയാണ് ഇത് പറയുന്നത്, വേദനയോടാണ് ഇത് പറയുന്നത്. കാരണം സുവിശേഷത്തിൽ എന്തുണ്ട്? നിത്യജീവനുണ്ട്. തിമോഥെയോസിൻ്റെ ഒരു പദപ്രയോഗം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തരികയാണ്. ഞാനത് ആ വിഷയം എൻ്റെ ഹൃദയത്തിൽ കിട്ടിയ ആ വാക്യത്തിൻ്റെ ഘടന എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യാശയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. പൗലോസ് മുമ്പ് ആരായിരുന്നു? 1 തീമോഥെയോസ് 1:13 വാക്യം. മുമ്പ് ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു, എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അപ്പം മുമ്പ് താൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ദൈവകൃപയിലേക്ക് വന്നപ്പോൾ, ദൈവവചന വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ, ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ഈ വലിയ മനുഷ്യൻ കർത്താവിനെ കണ്ടെത്തി. കണ്ണിൽ നിന്ന് ചെതുമ്പൽ അനന്യാസ് പ്രാർത്ഥിച്ചപ്പോൾ വീണുപോയി. ഈ ചെതുമ്പൽ ഇന്ന് പാസ്റ്റർമാരുടെ ഒരു 99 പാസ്റ്റർമാരുടെ കണ്ണിൽ ഇരിപ്പുണ്ടെന്ന് എനിക്കൊരു സംശയം തോന്നുക. ഈ ചെതുമ്പലൊക്കെ പോകണം, ന്യായപ്രമാണത്തിൻ്റെ ചെതുമ്പലൊക്കെ പോകണം. പോയിട്ട് എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാനിടയായി തീരണം. എന്ന് വെച്ച് പഴയ നിയമം പറയേണ്ടെന്നോ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടെന്നോ ഒന്നും ഞാൻ അർത്ഥമാകുന്നില്ല. നമ്മുടെ പ്രസംഗത്തിൻ്റെ കണ്ടൻസ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആയിരിക്കണം, ദൈവരാജ്യമായിരിക്കണം, സ്വർഗരാജ്യമായിരിക്കണം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള പ്രധാന സബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ പ്രസംഗത്തിൻ്റെ കണ്ടൻസ്. അത് മാറിപ്പോയാൽ പോയി, പ്രസംഗം പോയി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത് എപ്പോഴാണെന്നോ എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ എത്ര നാൾ കൊണ്ട് ഒരു യാത്ര പൂർത്തീകരിച്ചെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നതെന്നല്ല. ഞാനതിനെതിരല്ല. കർത്താവ് ഒന്ന് സഭ എടുക്കാൻ പോവുക, കാഹളം ധ്വനിക്കാൻ പോവുക. കാഹളം ധ്വനിക്കാൻ പോകുമ്പോൾ പൗലോസ് പറഞ്ഞ പോലെ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ വീട് തോറും സഭ തോറും ഞാൻ എല്ലാവരോടും അറിയിച്ചു എന്ന് പൗലോസ് പറയുന്ന അതേ വാക്യം തന്നെ ഞാൻ പിന്നെയും പറയുന്നു. നമുക്ക് പ്രയോജനമുള്ളത് പ്രസംഗിച്ച് ജനത്തെ സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക. ഒരു എളിയ ദൈവദാസൻ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള അഭ്യർത്ഥനയാണ്, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമായി ഭവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനിടയായി തീർന്നത്. ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളും പ്രസംഗിക്കുമ്പോൾ അത് പുതിയ നിയമസഭയ്ക്ക് അത് പ്രയോജനമല്ലെന്ന് മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളുമല്ല, പല കാര്യങ്ങൾ പ്രയോജനമുള്ളതുണ്ട്, ചില കാര്യങ്ങൾ ഒട്ടും പ്രയോജനമില്ലാത്തതുണ്ട്. വെറുതെ സമയം കളയാൻ വേണ്ടി ഒരു ദൈവദാസൻ ഇരുന്ന്, വേദപണ്ഡിതൻ ഇരുന്ന് വചനം പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനൊക്കെ എടുത്ത് ചോദിച്ച്, ഞാൻ അദ്ദേഹത്തെ വഴക്ക് പറയുന്നതല്ല കേട്ടോ എൻ്റെ പൊന്നെ, അങ്ങനെ ആരും ചിന്തിക്കല്ലേ. കാതലായ ഭാഗങ്ങൾ, ഒരു തടിക്ക് കാതലായ ഭാഗമുണ്ട്, പുഴു കുത്തുന്ന ഭാഗമുണ്ട്. പുഴു കുത്തുന്ന ഭാഗം കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പണിയോ? ഇല്ല.
ഈ ചോദ്യങ്ങളൊക്കെ പുഴുകുത്തുന്ന ഭാഗം കൊണ്ട് പണിയുന്നതിന് തുല്യമായിട്ട് എനിക്കങ്ങ് തോന്നിപ്പോവാ. ഇനി എൻ്റെ തലയ്ക്ക് പറ്റിയ അബദ്ധമാണോ എന്ന് അറിയാമെങ്കിൽ എന്നെ തിരുത്തിയാലും കുഴപ്പമില്ല. നമ്മൾ കാതലായ ഭാഗം കൊണ്ടാണ് പണിയുന്നത്. കാതൽ, പുഴുകുത്താത്തതും ദീർഘവർഷങ്ങൾ നിലനിൽക്കുന്നതുമായ മരത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ കൊണ്ട് പണിയുന്നു എന്ന് പറയുന്ന പോലെ വേദപുസ്തകത്തിലെ കാതലായ ഭാഗങ്ങൾ, മർമ്മമായ ഭാഗങ്ങൾ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പ്രസംഗിച്ച വിഷയം, ആ ദേവദാസം പ്രസംഗിച്ചു. അതിൽ ആ പ്രസംഗം ഇതാണ്. എഫേസ്യ ലേഖനത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചേണ്ട ഒരാഴ്ചയായുള്ളൂ. അത് എൻ്റെ മെസ്സേജൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പ്രസംഗിച്ചത്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവങ്ങളുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം, പൗലോസിൽ വെളിപ്പെട്ട മർമ്മം എന്താണ്? ആ മർമ്മം എന്താണ്? ആ മിസ്റ്ററി എന്താണ്? ആ കാതലായ സത്യം. അവിടെ പറയുന്നത് 5-ഉം 6-ഉം വാക്യങ്ങൾ പ്രസക്തമാണ്. ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിന് വെളിപ്പെട്ടില്ല. മോശയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാകിയില്ലെന്ന് പറഞ്ഞ മോശയ്ക്ക് വെളിപ്പെട്ടില്ല. യേശുക്രിസ്തുവിന് സമാനമായി പ്രസംഗിക്കപ്പെടുന്ന യോസഫിന് വെളിപ്പെട്ടില്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ വിശ്വാസത്തിനോട് പിടിച്ചു നിന്ന ഇയ്യോബിന് അത് വെളിപ്പെട്ടില്ല. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് അത് വെളിപ്പെട്ടില്ല. പഴയ നിയമത്തിലെ അതികായകന്മാരായ ഭക്തന്മാർക്കത് വെളിപ്പെട്ടില്ല. പിന്നെ ആർക്ക് വെളിപ്പെട്ടു? അതൊരു മർമ്മമാ. അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അപ്പം ആ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, പൗലോസ് ഒരു പ്രവാചകനാണ്, കർത്താവ് ഒരു പ്രവാചകനാണ്, പത്രോസ് ഒരു പ്രവാചകനാണ്. പുതിയ നിയമത്തിലെ പ്രവാചകന്മാരായ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാണ്. പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യൂക്ക, യാക്കോബ്, യൂദ ആദ്യാവർ പ്രവാചകന്മാരാണ്. കർത്താവ് പ്രവാചകനാണ്. അവർക്കിത് വെളിപ്പെട്ടു. ഈ മർമ്മം അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെട്ടു. എന്താണ് ആ മർമ്മം? ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. എന്തിനാണ് ആ മർമ്മം വെളിപ്പെട്ടത്? നാം സുവിശേഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി തീരുന്നു. എന്തൊക്കെ അവകാശങ്ങൾ പിതാവ് പുത്രന് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ സകല അവകാശങ്ങളും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പുതിയ നിയമ ഭക്തന് ലഭിക്കുന്നു. ഏക ശരീരസ്ഥർ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് തല ക്രിസ്തുവും നാം ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. നിസ്സാര കാര്യമാണോ ഇത്? മൂന്നാമത്, വാഗ്ദത്തത്തിൻ പങ്കാളികൾ. യേശുക്രിസ്തുവിന് കിട്ടിയ എല്ലാ വാഗ്ദത്തത്തിൻ്റെ പങ്കാളിത്തവും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിജാതിയന്, ഒരു യവനായന്, ഒരു ഭക്തന് ലഭിക്കുന്നു. ഇതല്ലേ മർമ്മം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ആരെയും വിധിക്കുകയോ ഞാൻ ആരെയും നിന്ദിക്കുകയോ പഴിക്കുകയോ ദൂഷിക്കുകയോ ചെയ്യുന്ന ആരും ചിന്തിക്കരുത്. വചന വ്യവസ്ഥ വിട്ടു പോകുന്നവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം, ഒരു കുഴപ്പവുമില്ല. എന്താ പാസ്റ്ററെ അങ്ങനെയൊക്കെ പറയണത്? യേശുക്രിസ്തു പറഞ്ഞു സർപ്പസന്തതികളെ എന്ന്. നമ്മൾ അത്രയും വിളിക്കുന്നില്ല. യോഹന്നാൻ സ്നാപകന്മാർ പറഞ്ഞു സർപ്പസന്തതികളെ. പുതിയ നിയമത്തിലുണ്ടല്ലോ, ഞാൻ തെളിയെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അതെന്താ പാപമാണോ? ഒരു പാപമല്ല. കർത്താവല്ലേ വിളിച്ചത്? കർത്താവിൻ്റെ വഴികാട്ടിയായ യോഹന്നാൻ സ്നാപകനല്ലേ വിളിച്ചത്? ദൈവപ്രമാണത്തെ വികലമാക്കി തന്നിഷ്ടപ്രകാരം ജീവിച്ച് മറ്റുള്ളവർക്ക് നാശം വിതച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരെ എന്താ വിളിക്കേണ്ടേ? നമ്മളാരും അങ്ങനെ വിളിക്കരുത്, നമ്മളാരും അങ്ങനെ വിളിക്കേണ്ട. എൻ്റെ ആവശ്യമില്ല. നമുക്ക് വിളിക്കാനുള്ള പദപ്രയോഗങ്ങളുണ്ട്. കള്ളപ്രവാചകന്മാരും ദുർഉപദേഷ്ടകന്മാരും ഒരു കുഴപ്പമില്ല, വിളിച്ചോ. പത്രോസിൻ്റെ 2 ലേഖനം
അതിൻ്റെ ആ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടകന്മാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമപ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഒരുങ്ങുന്നതുമില്ല. 8 കോടി രൂപ ഒരു ഹോള് പണിയാൻ വേണമെന്ന് ഒരു ദുരുപദേശി പറയുമ്പോൾ വേറൊരു ദുരുപദേശി പറയുക, ഞാൻ 1 രൂപ നിനക്ക് തരാം, ബാക്കി കാശ് വിശ്വാസികളെല്ലാം കൂടി അവരുടെ ശമ്പളം കൊടുത്ത് അത് നികത്തണമെന്ന്. 1 കോടി കൊടുത്തിട്ട് ഈ റെക്കമെൻഡ് ചെയ്ത പുള്ളി പറഞ്ഞെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വകയുണ്ടായെന്നെ. കാരണം ഒരു സഹോദരി അതിനെക്കുറിച്ച് എടുത്ത് വിമർശിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും പറയുന്നതിന് കയ്യും കണക്കുമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്നോട് പുറത്തു കൊള്ളണമേ. പത്രോസ് പറഞ്ഞു, ഒരുവൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കുക. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞു, നീ വന്നത് ഉപകാരം. ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളിവിടെ ദൈവസന്നിധിയിൽ എല്ലാവരും കൂടിയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചത്, കർത്താവ് കൽപ്പിച്ചത്. പൗലോസിൻ്റെ ലേഖനങ്ങൾ, പത്രോസിൻ്റെ ലേഖനങ്ങൾ, അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13-37 വാക്യം എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ എന്താ പറയുന്നേ? നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. വായിക്കാൻ ആളൊന്നുമില്ല, ഞാൻ തന്നെ അങ്ങ് വായിക്കുക, കുഴപ്പമൊന്നുമില്ല. ഒന്ന് കൊരിന്ത്യർ 14:37 അല്ലേ? സോറി, ഓക്കെ. 1 കൊരിന്ത്യർ 14:37. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിൻ്റെ കൽപ്പനയാകുന്നു. കൽപ്പനയാകുന്നു അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയാതിരിക്കുന്നെങ്കിൽ, ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയാ പൗലോസ് തന്നിരിക്കുന്നത്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പുതിയ നിയമം ക്രിസ്തുവിന്റെ കൽപ്പനയാ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തിനും ദൈവമില്ല. 5 അപ്പോസ്തലന്മാർ നമുക്ക് ഉപദേശം തരുന്നുണ്ട്. ലൂക്കോസ് കൂടി പ്രവൃത്തി പുസ്തകം തരുന്നുണ്ട്. ഇത് ക്രിസ്തുവിന്റെ കൽപ്പനകളാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ. 2 തെസ്സലോനിക്കർ 2:15. അത് മുറുകെ പിടിച്ചുകൊള്ളണം. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളണം. കർത്താവ് വരാറായി. ദൈവരാജ്യം പ്രസംഗിച്ചും സ്വർഗരാജ്യം പ്രസംഗിച്ചും ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ നമ്മളും അത് തന്നെ ചെയ്യണം. അതിൻ്റെ അപ്പുറം കയറി ചെയ്യേണ്ട, അതിൻ്റെ കുറച്ചും ചെയ്യണ്ട. ഞാൻ ആരെ ഉപദേശിക്കുകയല്ല. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ച ചിന്തകൾ ഞാൻ ഗൗരവത്തോടെ പറയുന്നു എന്ന് മാത്രം. സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ബാബു ജോൺ പാസ്റ്റർ ലണ്ടനിൽ നിന്ന് പ്രസംഗിക്കുന്നു. അദ്ദേഹം തന്നെ പറയും, ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ആർക്കും സ്വീകാര്യമല്ലെന്ന് വെച്ച് തള്ളിക്കളഞ്ഞപ്പോൾ അതെടുക്കണം. ആ പ്രസംഗങ്ങൾക്ക് വില കൊടുക്കണം. ആ ഉപദേശങ്ങൾക്ക് വില കൊടുക്കണം. താൻ ക്രിസ്തുവിൻ്റെ പ്രമാണ ഉപദേശമാണ് പ്രസംഗിക്കുന്നത്. താനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷം തോന്നിയത്. കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാണ് എൻ്റെ ധാരണ. ദുരുപദേശം നിറഞ്ഞു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ, അന്യതാപദേശം നിറഞ്ഞു കിടക്കുന്ന കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പഥ്യോപദേശമാകുന്ന വചനമെന്ന വാളെടുത്ത് വിലങ്ങും തലങ്ങും പ്രഹരിക്കുവാൻ ഇന്ന് ശുശ്രൂഷകന്മാരില്ല എന്ന് താൻ പറഞ്ഞു, അടിവരയിട്ട്. ഞാനത് കേട്ടിട്ട് പറഞ്ഞു, യെസ്, അടിയനുണ്ട് കർത്താവേ, അടിയനുണ്ട്. തന്നോടായിട്ട് പറഞ്ഞില്ല, ഞാൻ സ്വയം പറഞ്ഞതാണ്. കാരണം എന്നെ കർത്താവ് ജോലിയിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത് കൊണ്ടുവന്നത് ഈ പഥ്യോപദേശം പ്രസംഗിക്കാനാണ്. പിന്നെ ഈ പഥ്യോപദേശത്തിനെതിരെ പ്രസംഗിക്കപ്പെടുന്ന വചനങ്ങളെ ഖണ്ഡിച്ച്, ആ ദുരുപദേശങ്ങളെ ഖണ്ഡിച്ച് പുതിയ നിയമ ഉപദേശം സ്ഥാപിക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. പൗലോസ് ദൈവരാജ്യം പ്രസംഗിച്ചു. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചു. നമ്മളും ദൈവരാജ്യം പ്രസംഗിച്ചാൽ മതി.
സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള വഴി തെളിയിച്ചു കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, മറ്റൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ജനം നശിച്ചുകൊണ്ടിരിക്കുക, ജനം നിത്യമായ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഏൽക്കുവാൻ, ന്യായവിധി ഏൽക്കുവാൻ ജനം കൂട്ടം കൂട്ടമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ യാക്കോബ് പറയുന്ന ഭാഷയിൽ ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷ കൊണ്ട് എന്ത് ഗുണമെന്നാണ് എൻ്റെ ചോദിക്കുന്നത്. ഇത് പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ അവർ ശുശ്രൂഷിച്ച് അവരുടെ സ്വോത്രപ്പാഴ്ച പാത്രം അങ്ങ് നിറയ്ക്കുക. ചവപ്പെട്ടി പോലെയുള്ള സ്വോത്രാഴ്ച പാത്രങ്ങൾ നിറഞ്ഞ് കവിയുക. ഈയിടയ്ക്കൊരു പാസ്റ്റർ പ്രസംഗിച്ചത് എൻ്റെ ഒരു സഹോദരൻ പാസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ബാംഗ്ലൂരാണ് ആ സഭ. ഒരു പാസ്റ്റർ ഇദ്ദേഹം അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ചെന്നപ്പോൾ ഇദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ അവസരം കൊടുക്കാതെ ഒരു മൂലയെ പിടിച്ചിരുത്തി. എന്നാൽ പുള്ളിക്കറിയാം ഈ വന്ന പുള്ളി കുറഞ്ഞ പുള്ളിയല്ലെന്ന്. പുള്ളി പത്യോപദേശം പ്രസംഗിക്കുന്ന ആളാണെന്നറിയാം. അതുകൊണ്ട് സമയം കൊടുക്കാതെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് അവരൊരു ഹോള് പണിയുന്നുണ്ട്. കുറേ സ്ഥലം വാങ്ങി കോടിക്കണക്കിന് രൂപ റേസ് ചെയ്ത് ഹോള് പണി. ഇപ്പോൾ പാസ്റ്റർമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കൾ സൂക്ഷിക്കുക. ഹോള് പണിക്ക് വേണ്ടി ഒരു 5 പൈസ കൊടുത്തു പോരുത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മരത്തണലിലും വൃക്ഷത്തണലിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഭവനങ്ങളിലും വീട്ടിലെ സഭയെന്ന് പറഞ്ഞിട്ടില്ലേ? കർത്താവ് അതിന് സഭയൊക്കെ ഒരുക്കിക്കോളും. ഹോള് പണിത് പാസ്റ്റർമാർ കോടീശ്വരന്മാരാകുന്നുവെന്ന് ഒരു സന്ദേശം അതിൽ നിന്ന് പഠിച്ച് ഞാൻ പ്രസംഗിക്കുക. ഈ പാസ്റ്റർ പ്രസംഗിച്ച് ഞങ്ങൾ ഇത്ര സ്ഥലം മേടിച്ചിട്ടുണ്ട്, 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചു, 4 കോടി മൊത്തം ചിലവായി, ഇത്ര രൂപ കയ്യിലുണ്ട്, ഇനി നമുക്ക് കാശ് വേണം. 1 കോടി രൂപ ഹോള് പണിയാൻ വേണ്ടി പണിതിട്ട് 75 ലക്ഷം രൂപ പണിതിട്ട് ബാക്കി 25 ലക്ഷം രൂപ ഈ മഹാന്മാരെല്ലാം കൂടി വീതിച്ചെടുക്കും. 15, 20, 30, 40 വിശ്വാസികൾ, ഫോറിൻ വിശ്വാസികളുള്ള സഭയിലെ പാസ്റ്ററാകാൻ കോഴ മേടിക്കുന്ന പോലെ കോഴ മേടിച്ചിട്ട് ആ കാശ് പ്രസിഡന്റ് മുതൽ താഴോട്ട് എല്ലാവരും വീതിച്ചെടുക്കും. ദൈവത്തിൻ്റെ ശിക്ഷാവിധി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ഈ ശുശ്രൂഷ നിർത്തി ഇറങ്ങി പുറത്തേക്ക് പോകും. ദൈവസഭയെ മലിനപ്പെടുത്തരുത്, കളങ്കപ്പെടുത്തരുത്. ഒരിക്കൽ ഒരു പാസ്റ്ററെ കുറിച്ച് പറഞ്ഞ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം വചനം പ്രസംഗിക്കുന്ന ഒരു ഹോളിൽ ടിക്കറ്റ് 50 രൂപ സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിനെന്ന് പൗലൂസ് എഴുതി വച്ചേക്കുന്നത് പുള്ളിയുടെ തലയിലോട്ട് കയറിയിട്ടില്ല. പുള്ളിയുടെ തലയിലോട്ട് കയറിയത് ദ്രവ്യാഗ്രഹത്തിൻ്റെ അനുഭവമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടാനാണ് പൗലൂസ് പറയുന്നത്. ഞാൻ വായിച്ചിട്ടില്ലേ അത് ഇതുവരെ? അത് വിട്ടോടി നീതി, വിശ്വാസം, സ്നേഹവും ശുദ്ധഹൃദയത്തോട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും സമാധാനം ആചരിക്കുക. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കുക. മനസ്സിലായ സഹോദരങ്ങളെ? 1 തീമോഥെയോസ് 6-ാം അധ്യായത്തിലാണ് അത് ഞാനൊന്ന് വായിക്കാൻ പോവുക. അലംഭാവത്തോടുകൂടി ദൈവഭക്തി വലിയ ആദായമാകുന്നതാനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമില്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്ക് ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊടുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ടോടി ദ്രവ്യാഗ്രഹം വിട്ടോടി. ലോത്തിൻ്റെ ഓട്ടം വേണ്ട നമുക്ക്. ലോത്തിൻ്റെ ഭാര്യയുടെ ഓട്ടവും വേണ്ട. ഹല്ലേലൂയ. പുറകോട്ട് നോക്കാതെ ഓടിപ്പോകാനായിട്ട് ദൈവദൂതൻ പറഞ്ഞു. ഓടി അവസാനം എന്താ പറ്റി? ഉപ്പ് തൂണായി തീർന്നു. മിസ്റ്റർ ലോത്തിന് എന്ത് പറ്റി? വലഞ്ഞുപോയി. ഇന്ന് ആത്മീയ ഗോളത്തിൽ കിടക്കുന്ന വലിയൊരു ശതമാനം ലോത്തിനെ പോലെയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയും ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കല്ലെറിയുന്നെങ്കിൽ കല്ലെറിഞ്ഞോ. എൻ്റെ വീട് പാലാരിവട്ടം, എറണാകുളം ജില്ല പാലാരിവട്ടം മാമംഗലത്താണ്. ഇവിടെ വന്നെറിഞ്ഞിട്ട് പോക്കോ. ഞാൻ സത്യമായിട്ട് പറയുക, കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും
അനുഭവിച്ച് വളർത്തിയെടുത്ത മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇന്ന് ഭൗതികത്തിൻ്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുക. ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഓടിക്കൊണ്ടിരിക്കുക, ലോത്തിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുക, നീരോട്ടം വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നാശമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കണം. സുവിശേഷം വിറ്റ് കാശുണ്ടാക്കരുത്. സുവിശേഷം വിറ്റ് നിങ്ങൾ കോടീശ്വരന്മാരാകരുത്. അതുകൊണ്ടാണ് ഈ കോമാളിത്തരമൊക്കെ, പരപരവേശ വരമരമീശ. കാരണം സുവിശേഷം വിറ്റ് കാശുണ്ടാക്കി വെച്ചിരിക്കുക, കോടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. പിന്നെ ഡിസ്കോ ഡാൻസും കാണിച്ച് ചപ്പും ചവറും പറഞ്ഞ് ഇങ്ങനെ ജനത്തെ നശിപ്പിക്കരുത് പ്ലീസ്. ഇനിയെങ്കിലും ഇതുവരെ ചെയ്തതൊക്കെ ഞങ്ങൾ പുറത്ത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരുത്തൻ വന്നൊരു വലിയ ഉപദേശിയുടെ മോൻ വന്ന് പറഞ്ഞു, ഞങ്ങൾ വ്യഭിചാരം ചെയ്താണ് സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പാസ്റ്റർമാരെല്ലാം വ്യഭിചാരം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സഭ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള അറുപോഷത്വങ്ങൾ, ഈ വളിപ്പുകൾ, ഈ വിഡിത്തങ്ങൾ, ഈ വിവരക്കേടുകൾ ഇനിയെങ്കിലും പ്ലീസ് വിളിച്ചു പറയാതിരിക്കുക. ഹല്ലേലൂയ. കർത്താവ് ഒന്ന് സഭയെടുക്കട്ടെ. നിങ്ങൾ കോടീശ്വരന്മാരെ സുഖിച്ചോ, പാവം പിടിച്ച വിശ്വാസികളെ കൂടി നരകത്തിലേക്ക് തള്ളിക്കളയല്ലേ പ്ലീസ്. എനിക്ക് വലിയ വേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ജോലിയും കൂലിയും കളഞ്ഞ് കർത്താവിൻ്റെ നാലിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവനാണ്. ഒത്തിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഞാൻ കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകുന്നത്. രോഗങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. അതെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അതിനെ ഓവർകം ചെയ്യാനുള്ള ആത്മശക്തി പ്രാപിച്ച്, ദൈവം പ്രാപിച്ച് ഓരോ ദിവസവും സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, പ്രത്യാശയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ.